ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശരണ്യാണ്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിന്ന് ഒരിടം വരെ പോകാനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. എന്നിട്ട് ജോലിയൊക്കെ ഒതുക്കിയിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്നൊക്കെ ഇങ്ങനെ കരുതി കേട്ടോ. അങ്ങനെ വന്ന് എന്നത്തെയും പോലെ കഥ തുറന്ന് നോക്കിയതാട്ടോ. അപ്പോൾ നല്ല ഇരുട്ടാണ്, ഇരുണ്ട് മൂടി ഇങ്ങനെ കിടക്കുകയാണ്. നേരം വെളുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കതവങ്ങ് അടച്ചു. എന്നും നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ച് നല്ല വെട്ടമൊക്കെ ആയിരിക്കുമല്ലോ. ഇന്ന് ഭയങ്കര ഇരുട്ടാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പം തന്നെ കുഞ്ഞിനും എഴുന്നേറ്റ് വന്നിട്ട് അങ്ങനെ എൻ്റെ ഓരോന്ന് ചോദിക്കുകയായിരുന്നു. ചൂടുവെള്ളം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയാൽ മതി എന്ന് ഇങ്ങനെ കുഞ്ഞൻ പറയായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ഞാനിവിടെ ഉണ്ടാവത്തില്ല. അപ്പം പിന്നെ കുഞ്ഞിന് വേണ്ടി മാത്രം ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചെന്ന് ശരി രാവിലത്തേക്ക് ഉള്ളത് മാത്രമേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരിയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ അമൃതം പൊടി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. മിക്ക ആൾക്കാരും ഉണ്ടാക്കാറുണ്ടായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ വേറെ സാധാരണ പുട്ട് എങ്ങനെ നനയ്ക്കുന്നത് അതേപോലെയാണ്. ഉപ്പൊക്കെ ഇട്ടു, പിന്നെ വെള്ളം കുറച്ചായിട്ട് ഇങ്ങനെ തളിച്ച് അങ്ങനെ നനച്ചിങ്ങനെ എടുക്കും കേട്ടോ. ഇങ്ങനെ കട്ട കെട്ടത്തെയൊന്നുമില്ല, നല്ലപോലെ നനഞ്ഞു വരും കേട്ടോ. നല്ല പുരുപുരാന്ന് ഇങ്ങനെ നനഞ്ഞു വരും. ഒരുപാട് വെള്ളം ചേർക്കാതെ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ തേങ്ങ അധികം ചേർക്കും കേട്ടോ. തേങ്ങ ഒരുപാട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി കുറേ സാധനങ്ങളൊക്കെ അടങ്ങിയല്ലേ ഈ ഒരു അമൃതം പൊടി വരുന്നത് തന്നെ. അതുകൊണ്ട് നല്ലൊരു മധുരവും ഒക്കെ കാണും. അങ്ങനെ പിന്നെ അതും വാരി ഞാൻ അടുപ്പത്തോട്ട് ആക്കി. ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു കട്ടി വരും. അപ്പോൾ ചൂടോടെ കഴിക്കുന്നതായിരിക്കും ഒരു ടേസ്റ്റ്. അങ്ങനെ പിന്നെ അത് വെച്ചതിന് ശേഷം ഞാൻ വന്ന് നിങ്ങൾക്ക് ഒരു അൺബോക്സിങ് കാണിച്ചു തരാം. ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം കുഞ്ഞൻ വാങ്ങിച്ചു തന്ന പാൻറ്റാണ് കേട്ടോ. ജീൻസിൻ്റെ പാൻറ്റാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഇരിപ്പുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നേരത്തെ കല്യാണത്തിന് മുന്നേ ഞാൻ ഈ ജീൻസ് യൂസ് ചെയ്യുമായിരുന്നു. കല്യാണത്തിന് ശേഷം അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പം പരുവത്തിനുള്ളത് ഒരെണ്ണേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ചെറുതായി പോയതുകൊണ്ട് ഇപ്പം വേറെ ഒരു ബ്ലാക്ക് ജീൻസ് വേണമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞിനെ എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്. ഹൈ വേസ്റ്റിൻ്റെ കേട്ടോ. ഒരു 5 ബട്ടൺസ് എങ്ങാണ്ടുണ്ട്. പിന്നെ കാലിൻ്റെയും ഈ ഇളിഭാഗത്തും ഇങ്ങനെ നൂല് പിരുന്നത് പോലത്തെ വരുന്ന ഒരു ഡിസൈൻ കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണ്, നല്ല വലിഞ്ഞു വരുന്ന ഒരു ടൈപ്പാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വലിഞ്ഞു വരും, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് സംഭവം വലുതായിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഇത് റിട്ടേൺ വിട്ടിട്ട് അതിൻ്റെ ചെറിയ സൈസ് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞൻ വന്നു. ഞാൻ പിന്നെ ഡ്രസ്സ് വേറെ മാറി. ഞാൻ അത് ഇട്ടുകൊണ്ട് പോകാനാണെന്ന് വിചാരിച്ചത്. പക്ഷേ അത് വലുതായതുകൊണ്ട് പിന്നെ അങ്ങ് റിട്ടേൺ വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ചുരിദാർ എടുത്തിട്ട് വന്ന് കുഞ്ഞിന് ഫുഡും കൊടുത്തു. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. വെള്ളം മാത്രം കൊടുത്തു വിട്ടാൽ മതിയല്ലോ, ഫുഡ് വേറെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയൊക്കെ റെഡിയായി. ഞങ്ങളങ്ങനെ ഇറങ്ങി. കാറിൽ കുഞ്ഞിനെ കല്ലുന്താഴത്താക്കാമെന്ന് ചോദിച്ചോട്ടെ. കുഞ്ഞൻ അതുവഴിയാണ് ഇപ്പം പോകുന്നത് തന്നെ. അതുകൊണ്ട് പിന്നെ അവിടെ ഇങ്ങനെ ആക്കി. ഞാൻ ബാക്ക് സീറ്റിലാട്ടോ. കുഞ്ഞിൻ്റെ അടയാഭരണങ്ങളൊക്കെ ഫ്രണ്ട് സീറ്റിൽ വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ബാക്ക് സീറ്റിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ തന്നെ കുഞ്ഞൻ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു കല്ലുന്താഴത്ത്. അപ്പോഴത്തേക്ക് എനിക്കൊരു ബസ് കിട്ടി കേട്ടോ. കൊട്ടാരക്കരയിലോട്ടാണ്, കൊട്ടാരക്കര വഴിയാട്ടോ പോകുന്നത്. അങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് ബസ് കയറി അവിടെ വന്നിട്ട് അവിടെ വന്നിട്ട് അതിൽ കയറി ടിക്കറ്റൊക്കെ എടുത്തു. കൊട്ടാരക്കര ചെന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നമുക്ക് നേരെ ഒറ്റ ബസ്സുണ്ട് കേട്ടോ. അന്ന് കൊട്ടാരക്കര ഗണപതി അമ്പലം കേട്ടോ. ഇവിടെയൊക്കെ വന്നിട്ട് എത്ര വർഷങ്ങളായി, കാലങ്ങൾ കഴിഞ്ഞിട്ടോ. അങ്ങനെ അവിടെ വന്ന് കുറേ നേരം ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ബസ് പോയിന്ന്. അത് കഴിഞ്ഞ് അവിടെ ചോദിച്ചപ്പം പറഞ്ഞു ഈ ചേച്ചിയുടെ പിറകെ പോകാൻ വേണ്ടിയിട്ട്. അതിനകത്ത് കണ്ടക്ടർ ആയിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന ബസ്സിലെ. അങ്ങനെ ആ ചേച്ചിയുടെ കൂടെ ഞാൻ ഇങ്ങനെ പോയി ബസ്സിൽ കയറി. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ബസ് അവിടെ പിടിച്ചിട്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. അങ്ങ് ലാസ്റ്റ് ആയിരുന്നതോട് ശ്രദ്ധിച്ചതേ ഇല്ല. അവിടെ പോയി ചോദിച്ചത് കാര്യമില്ലെങ്കിൽ ഞാൻ ആ ബസ് പോയെന്നും പറഞ്ഞ് അവിടെ തന്നെ നിന്നാനെ. എന്തായാലും ഭാഗ്യത്തിന് ബസ് കിട്ടി. അത് തന്നെ വലിയ സന്തോഷം. അതുകൊണ്ട് നേരെ ഇങ്ങനെ വീട്ടിൽ എത്താൻ പറ്റുമല്ലോ. പിന്നെ വരുന്ന വഴിക്ക് നമ്മളുടെ അമ്പലം കണ്ടു. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാട്ടോ. അറക്കൽ ദേവി ക്ഷേത്രം എന്ന് പറയും. നമ്മുടെ ഇവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, നല്ല രസമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ 3 വർഷം കൊണ്ട് 3 അല്ല 4ാമത്തെ വർഷമാണ് ഇപ്പോൾ ഉത്സവം. നമ്മൾ ഇതുവരെ പോയിട്ടേ ഇല്ല. കല്യാണം കഴിഞ്ഞ് ഇതുവരെ പോകാൻ പറ്റിയിട്ടും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ഥലത്ത് വന്ന് ഇറങ്ങി. അവിടെ ഒരു ബേക്കറി കയറി. ഞാൻ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കയറിയതാട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ചു. പതുക്കെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കയറിയപ്പം തന്നെ അമ്മ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ എൻ്റെ അടുത്ത് പറയാം, എടി കള്ളി നീ വന്നോ എന്നൊക്കെ. എൻ്റെ അടുത്ത് ആദ്യം വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ബസ്സിലല്ല, ഞാൻ വരുന്നൊന്നും ഇല്ല, ഞാൻ വേറൊരു സ്ഥലം വരെ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കള്ളം പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ മീൻ മേടിക്കാൻ വന്നപ്പോൾ ഞാനും കൂടെ ഇറങ്ങി വന്നിട്ട് ആ മാമാരുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അമ്മച്ചമ്മ എന്നെ കണ്ടില്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിക്കായിരുന്നു. നീയോ എപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ മേടിച്ച
സാധനം കൈ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറയാം എന്തുവാ വീട്ടിലിരിക്കുന്ന എന്തോ പറിക്കൊണ്ട് വന്നതാണെന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഐസ്ക്രീമായിട്ടോ മേടിച്ച ഫാമിലി ഐസ്ക്രീം എല്ലാവർക്കും എൻ്റെ അമ്മമാർക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സംഭവമായിട്ടോ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. എത്ര കൊടുത്താലും ഇങ്ങനെ ഇരുന്ന് കഴിക്കും. എൻ്റെ അടുത്ത് പറയാം ഐസ്ക്രീം പാട്ടയ്ക്കകത്ത് ഞാൻ വീട്ടിൽ ഇരുന്ന സാധനം എന്തോ ഇട്ടുകൊണ്ട് വന്നതാന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ ഞാൻ വീഡിയോ എടുക്കുന്ന പറഞ്ഞ് എൻ്റെ അടുത്ത് കളിയാക്കുന്ന രീതിയിൽ ഓവർ എക്സ്പ്രഷൻ ഇട്ട് ഇങ്ങനെ തകർക്കുക കേട്ടോ. അങ്ങനെ പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അമ്മച്ചമ്മയ്ക്ക് ഇങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഇപ്പം വേണ്ട പിന്നീട് മതിയെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പല്ലൊക്കെ പുളിക്കും, നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാ നോക്കിയതാട്ടോ. ഇവിടെ പാത്രം തുറന്ന് എനിക്ക് വിശക്കുന്നായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇരിപ്പുണ്ട്. രാവിലെ അമ്മയ്ക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ കാപ്പിയുടെയൊക്കെ. അങ്ങനെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുട്ടയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്ന ബജിക്ക് വേണ്ടിയിട്ടാട്ടോ രാവിലെ കുറച്ച് പൊരിപ്പിടാമെന്നും പറഞ്ഞ്. അങ്ങനെ പിന്നെ എനിക്ക് അമ്മ ഫുഡ് വാരി തരുമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പറയായിരുന്നു വരുമ്പോഴേക്കും എനിക്ക് ആ വണ്ടിയിൽ വന്ന് എനിക്ക് നല്ല തലവേദന ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. എപ്പം പോയാലും അമ്മ എനിക്ക് വാരി തരും, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാരി തരും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മയ്ക്ക് കുറച്ച് അവിടെ കടയിൽ ആൾ വന്നിട്ടോ. അങ്ങനെ പിന്നെ അമ്മയുടെ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞാൻ വാരി കഴിച്ചോളാം എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ വിളി വന്നു, പെട്ടെന്ന് ഇറങ്ങിക്കോ വീട്ടിലോട്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് പിന്നെ മറ്റേ ക്ലെയിമിന് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഇന്ന് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നാണ് ലെറ്റർ കിട്ടിയത്. ലെറ്ററിനകത്ത് ഇന്നത്തെ ഡേറ്റിലാണ് കേട്ടോ പോകേണ്ടുന്നത്. 10:30 അവിടെ കരുനാഗപ്പള്ളിയിൽ എത്തണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു. അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ലെറ്റർ ഇപ്പോഴാണ് കിട്ടിയത്. എന്നിട്ട് ഇന്ന് 10:30ക്കാണ് കിട്ടിയത് തന്നെ. പിന്നെ നമ്മൾ എങ്ങനെയാണ് പോകുന്നത് വിളിച്ചു ചോദിച്ചപ്പോൾ 1:30 മുമ്പേ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി ഇറങ്ങി കേട്ടോ. കിട്ടിയ വണ്ടിയിൽ ഞാൻ ഓടിച്ചാടി കയറി ഇറങ്ങി. പുലിക്കോട് എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞൻ വിളിച്ചിട്ട് പറയുന്നു എടി ഇന്ന് വരണ്ട 19-ാം തീയതിയിലേക്ക് മാറ്റി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ എന്തോ ചെയ്യാനാ, ഞാൻ പിന്നെ ആ വണ്ടി തന്നെ ഇരുന്നു. അത് വാളകം വരെ ഉള്ളൂ കേട്ടോ ബസ്. അപ്പം ഞാൻ ചേട്ടന്മാരോട് ചോദിച്ചു ഇപ്പം പോവുമോ തിരിച്ച് ഈ വണ്ടി, ഇനി അതോ വേറെ വണ്ടി ഉണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു ഇത് നമ്മൾ വാളകത്ത് നിന്നിട്ട് എന്തായാലും തിരിച്ച് ഇപ്പം തന്നെ അങ്ങ് പോകും എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ഇറങ്ങുന്നത്, അതിൽ തന്നെ ഇരുന്നു. ആ വണ്ടി തന്നെയാണ് തിരിച്ചങ്ങോട്ട് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ തന്നെ ഇരുന്നു. വാളകത്ത് വരെയാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ തിരിച്ച് ഞാൻ അങ്ങോട്ടുള്ള ടിക്കറ്റും കൂടി എടുത്തിട്ട് അതിൽ ഇരുന്നിട്ട് അവരാണെങ്കിൽ എന്നെ കളിയാക്കി കൊല്ലുമായിരുന്നു. എന്തോത്തിനാ നീ വന്നേന്ന് ചോദിച്ചുകൊണ്ട്. കാരണം ഞാൻ പറഞ്ഞു സ്ഥലം കാണാൻ വേണ്ടി വന്നതാ, ടൂറ് വന്നതാ, എന്തായാലും ഇവിടുന്ന് സേഫായിട്ട് കൊണ്ടാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അമ്മയാണെങ്കിൽ അമ്മച്ചമ്മയാണെങ്കിൽ കരയും പറയും ചെയ്യുമായിരുന്നു, ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ അതിന് മുമ്പ് പോവുകയാണല്ലോ എന്നും പറഞ്ഞിട്ട്. എന്തായാലും തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് കാപ്പി കുടിക്കാനൊക്കെ ഉള്ളത്. അമ്മ ശരിക്കും പറഞ്ഞാൽ അമ്മ തന്നെ ഉള്ളതെങ്കിൽ പെട്ടുപോയാൽ, കാരണം അന്നേരം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ തൊട്ട് താഴെ ഹോസ്പിറ്റലാട്ടോ. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലാണ്. അന്നേരത്തേക്ക് അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഹോസ്പിറ്റലാണ്, ക്യാമ്പൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തിരക്കായിരുന്നു. അവിടെ കുറേ ചേച്ചിമാരൊക്കെ കയറി ചായ കുടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ കാപ്പിക്ക് ഉള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും കൂടെ പൊരിപ്പൊക്കെ ഇടാൻ വേണ്ടി സഹായിക്കുമായിരുന്നു അമ്മ. ഇപ്പോഴും അവിടെ ആളിരിപ്പുണ്ട് കേട്ടോ. ഞാൻ ചായയൊക്കെ ഒഴിച്ചുകൊണ്ടൊക്കെ കൊടുത്തിട്ട് പിന്നെ പൊരിപ്പിടുന്നത് അമ്മ എടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ചായ അന്നേരം രണ്ടാമത് നമ്മൾ കൊടുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചേക്കും കേട്ടോ. അപ്പം ഞാൻ ചായയും കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ അവരെയൊക്കെ പറഞ്ഞൊക്കെ വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം തീർന്നായിരുന്നു. വെള്ളം കോരാൻ വേണ്ടിയിട്ട് ഞാൻ കിണറ്റിക്കരയിലോട്ട് പോയിട്ട് കുറേ നാളിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിവിടെ വന്ന് വെള്ളം കോരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടിടത്തും ഇവിടെ കിണറിൽ വെള്ളം കോരത്തില്ലല്ലോ. നമ്മളിപ്പം കൊല്ലത്ത് നിൽക്കുമ്പം കുഞ്ഞിൻ്റെ അവിടെ നിന്നപ്പം കായംകുളത്ത് നിൽക്കുന്ന സമയത്തും വെള്ളം കോരാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവിടെ കിണറില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുഴൽ കിണർ മാത്രമേ ഉള്ളൂ കേട്ടോ, കിണറില്ല. അതുകൊണ്ട് വെള്ളം കോരൊക്കെ ഒന്നും ഇല്ല. പക്ഷേ ഇവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അധികം ആഴമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് കോരിയെടുക്കാനും പറ്റും, നല്ല രസമാണ്. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് വെള്ളമൊക്കെ കോരി കൊടുത്തിട്ട് പിന്നെ ഞാൻ റോഡിലോട്ട് പോയതായിട്ട് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു അമ്മയ്ക്ക് പൊരിപ്പിടാനുള്ളതിൻ്റെ. അങ്ങനെ പിന്നെ ഏത്തയ്ക്കൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, ഏത്തയ്ക്ക അപ്പം ഇടാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് പിന്നെ കുറച്ച് ഓർഡർ ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളത്. അന്നേരത്തേക്ക് രാവിലെ കുറച്ച് പൊരിപ്പ് സാധനം ഇട്ടത് തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ തിരക്ക് ഇത്രയും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് കുറച്ച് പൊരിപ്പ് സാധനമൊക്കെ അങ്ങ് പോയായിരുന്നു. അങ്ങനെ തികയത്തില്ല എന്ന് പറഞ്ഞാൽ അമ്മ പിന്നെ രണ്ടാമത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ റോഡിൽ പോയി അമ്മ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. ലോലിപ്പൊപ്പൊക്കെ മേടിച്ച് വായിലിട്ടുകൊണ്ട് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കുട്ടിക്കാലം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പണ്ട് ഞാനിങ്ങനെ അമ്മ സാധനം മേടിക്കാൻ പൈസ ഒന്ന് വിടുമ്പോഴത്തേക്ക് റോഡിലൊക്കെ പോയി സാധനമൊക്കെ മേടിച്ച് മുട്ടായിയൊക്കെ മേടിച്ച് വായിലൊക്കെ ഇട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു വരും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫീൽ എനിക്ക് തോന്നി കേട്ടോ.
അങ്ങനെ പിന്നെ ഞാൻ വന്നതിന് ശേഷം പിന്നെ അമ്മ കുറച്ചും കൂടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പൊളിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ ഒരുവിധം എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഏത്തയ്ക്കപ്പൊക്കെ ഇട്ടു. മേടിച്ചു കൊണ്ടുവന്ന കായും കൂടെ എല്ലാവർക്കും അന്നേരം തന്നെ ആക്കി. ഇത് ഞാൻ എണ്ണി പറക്കി വെക്കുക കേട്ടോ. ഇപ്പം ഒരു 35 എണ്ണം കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മുട്ട ബജിയും പിന്നെ ഏത്തയ്ക്കപ്പവും കൂടെയൊക്കെ എണ്ണി ഇങ്ങനെ മാറ്റി വെക്കുമായിരുന്നു. കൊണ്ടുപോകാൻ ആൾ വരും കേട്ടോ. അങ്ങനെ അവർക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതെല്ലാം പറക്കിയൊക്കെ വെച്ചു കൊടുത്തു വിടാനുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പം രാവിലത്തെ തിരക്കൊക്കെ മാറി. അപ്പോൾ ഷാലു വന്നു കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് മമ്മി കയറി വന്നിട്ടുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ജോലിക്ക് പോയെടുത്തുനിന്ന് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ പുഴുവാട്ടി ദേഹമെല്ലാം ഇങ്ങനെ തടിച്ച് പൊങ്ങി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ മമ്മിയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പം നമ്മുടെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലാട്ടോ. നിങ്ങൾ ചോദിക്കുന്നത് നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടാണോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന്. ഇവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാവരും ഇങ്ങനെ നൈറ്റിയൊക്കെ ഇട്ടാട്ടോ പോകുന്നത്. കാരണം തൊട്ടടുത്താണ് നമ്മുടെ ഹോസ്പിറ്റൽ. 2-3 വീടിനടുത്താട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയൊക്കെ ആട്ടോ പോകുന്നത്. അങ്ങനെ പിന്നെ അവളേന്ന് മമ്മിയെ കൊണ്ടാക്കി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഷാലു ഇറങ്ങി വരുന്നു. പിന്നെ ഷാലിനെയും കൊണ്ട് പിന്നെയും പോയി. അവൾക്ക് തൊണ്ടവേദനയും ബുദ്ധിമുട്ടൊക്കെ ആട്ടോ. അങ്ങനെ പിന്നെ അവളെയും കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും മമ്മിയാണെങ്കിൽ ജോലിക്ക് പിന്നെയും പോയി കേട്ടോ. ഇഞ്ചക്ഷനൊക്കെ എടുത്തു, മരുന്നും കൊടുത്തു. അലർജി ആയതാണെന്ന് ഇങ്ങനെ പറഞ്ഞ് പുഴുവൊക്കെ കാട്ടിയപ്പോഴത്തേക്ക് കുറേ ഇങ്ങനെ അങ്ങ് അലർജിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അങ്ങ് തടിച്ച് പൊങ്ങി ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നത്. അമ്മ ഞങ്ങൾക്ക് രണ്ടിനും കൂടി ഇരുന്ന് വാരി തരും കേട്ടോ. ഇന്നും ഫുൾ ടൈം വാരി തിരക്കം തന്നെയാണ്. വീട്ടിൽ പോയാൽ പിന്നെ അമ്മയും ഞങ്ങൾക്ക് ഇങ്ങനെ വാരി തന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് വാരിയൊക്കെ തരുന്നത്. പിന്നെ മമ്മി ആരാന്ന് കുറേ പേര് കഴിഞ്ഞൊരു വ്ലോഗിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മമ്മി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചിയാട്ടോ, ചേട്ടത്തിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 4 അമ്മമാരാണ്. മമ്മീന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതായിട്ടോ. കുറേ പേര് ഞാൻ അമ്മയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ കണ്ടതും അമ്മയല്ലേ, ഇതും അമ്മയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് 4 പേരും എൻ്റെ അമ്മമാരാണ്. 4 പേരും എനിക്ക് ഒരേപോലെയാണ്. 4 സ്ഥാനക്കാരാണെങ്കിലും എനിക്ക് ഒരേ സ്ഥാനത്താട്ടോ ഞാൻ കാണുന്നത്. അമ്മയും ചിറ്റയും അമ്മച്ചമ്മയും അങ്ങനെ മമ്മിയും എല്ലാവരും ഒരേപോലെ കാണും. ഒരേപോലെയാണെങ്കിൽ എനിക്ക് 4 പേരെ ഇഷ്ടം. തിരിച്ച് അവർക്കും ഞങ്ങളെ അതേപോലെ ആട്ടോ, സ്വന്തം മക്കളെ പോലെ തന്നെയാണ്. ഞാൻ എല്ലാവരും അമ്മ എന്ന് എന്നെ കേട്ടോ വിളിക്കുന്നത്. അങ്ങനെ പിന്നെ ഷാലു ഇതാ ട്യൂഷൻ എടുക്കാനൊക്കെ തുടങ്ങിയായിട്ടോ. ഒരു കുട്ടിയേ ഉള്ളൂ. നേരത്തെ 2-3-4 പേര് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് ഇറങ്ങുന്ന ഒരു സമയമൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ എനിക്ക് ചെടിയൊക്കെ പിട്ട് തരുമായിരുന്നു കേട്ടോ. ഞാൻ 2-3 എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇരുന്ന് അമ്മയുടെ കുഞ്ഞ് ഗാർഡനായിട്ട് കുറേ ചെടികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എവിടെ കണ്ടാലും വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു. എനിക്ക് അങ്ങനത്തെ പ്രാന്ത് ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ കണ്ടാലും ചെടി വാങ്ങിച്ചുകൊണ്ട് വരും, എവിടെ കണ്ടാലും എടുത്തുകൊണ്ട് വരും. അങ്ങനെയൊക്കെയുള്ള ശീലം ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെടി നിറയെ ഇങ്ങനെ മിറ്റ് നിറയെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് അധികം മിറ്റുമില്ലെങ്കിലും ഉള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ നട്ട് വെച്ച് പിടിപ്പിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കുറേ പച്ചക്കറി കൃഷികൾ പോലെയൊക്കെ ഇങ്ങനെ ഓരോന്ന് നട്ടു, മുളകും പിന്നെന്താ കറിവേപ്പും അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കുറച്ച് എന്തൊക്കെയോ കൃഷി പോലെയൊക്കെ ബാക്ക് സൈഡിലും ഉണ്ട്. അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ശരിക്കും പറഞ്ഞാൽ മറന്നുപോയ കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ എന്തിനാണ് വീട്ടിലോട്ട് വന്നതെന്ന് വെച്ചാൽ ശരിക്കും ഒരു കാരണമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മുഖത്തോട്ടൊക്കെ ഇങ്ങനെ എണ്ണ പൊട്ടിത്തെറിച്ച്, പൊരിപ്പിടുന്ന സമയത്ത് ഇങ്ങനെ എണ്ണ പൊട്ടിത്തെറിച്ചു, 1-2 ഭാഗത്തൊക്കെ ഇങ്ങനെ പൊള്ളി എന്ന് പറഞ്ഞു. ശരിക്കും ടെൻഷനായിട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും ഒരു മനസ്സമാധാനക്കേട്. അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നതായിട്ടോ. വന്ന് കണ്ടപ്പോഴേ സമാധാനമായത്. കുഴപ്പമില്ല, ചെറുതായിട്ടുള്ള പൊള്ളലൊക്കെ ഉള്ളൂ. കണ്ണിൻ്റെ കുറച്ച് താഴോട്ടായിട്ട് ഇങ്ങനെ എണ്ണ വീണു. കണ്ണിൽ ഭാഗ്യത്തിന് വീണില്ല കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പൊള്ളി, കയ്യിൽ 1-2 ഭാഗത്തൊക്കെ പൊള്ളി. എന്നാലും വലിയ കുഴപ്പമില്ല, മരുന്നൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുമായിട്ടോ. അങ്ങനെ പിന്നെ ഞാനും ഷാലു പോകാൻ ഇറങ്ങി. ഷാലുവിന് ഇന്ന് 2 ദിവസം അവധിയാണല്ലോ, ശനിയും ഞായറും അവധി ആയതുകൊണ്ട് അവൾ പറഞ്ഞു ഞാനും വരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു എന്നാൽ നീ ഇറങ്ങ്, എനിക്ക് എന്തായാലും ഒരു കൂട്ടാവുമല്ലോ എന്ന് പറഞ്ഞ് ഞാനും അവളും കൂടെ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങി. അങ്ങനെ അമ്മച്ചമ്മ പിറകെ ഓടുവാട്ടോ. എപ്പോഴുള്ളൊരു സുഖേടാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ക്യാഷ് എടുത്ത് തരുമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ പെൻഷൻ കിട്ടുന്ന ക്യാഷൊക്കെയാണ്, അതേ ഉള്ളൂ കേട്ടോ വരുമാനമായിട്ട്. എന്നിട്ട് പോലും അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ തരുമായിട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓടും. പക്ഷേ എൻ്റെ പിറകെ നടന്ന് എൻ്റെയും നിർബന്ധിച്ച് തരും. ഞാൻ മേടിച്ചില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ. എൻ്റെ മുത്താണ് എന്ന് വേണം പറയും. ശരിക്കും ഭയങ്കര സ്നേഹമായിട്ടോ ഞങ്ങളോടൊക്കെ. അങ്ങനെ ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്ത് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അമ്മയ്ക്ക് ഉമ്മ എടുത്തപ്പോൾ അമ്മ പറയാം എൻ്റെ മുഖത്തേക്ക് നിൻ്റെ ലിപ്സ്റ്റിക് ആയി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് റോഡിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ബസ് കിട്ടി കേട്ടോ. കുറച്ച് നേരം നിന്നു. ഇതാകുമ്പോൾ ഒറ്റ ബസ്സാണ്, നമ്മുടെ അവിടെ നിന്ന് കൊട്ടാരക്കര വരെ ഒറ്റ ബസ്സാണ് കേട്ടോ. അതാകുമ്പോൾ കൊട്ടാരക്കര ചെന്ന് ഇറങ്ങിയ ഉടനെ അടുത്ത ബസ് കിട്ടുമല്ലോ. കൊല്ലത്തോട്ട് എപ്പോഴും ബസ്സുണ്ട്. അതുകൊണ്ട് പിന്നെ കൊട്ടാരക്കര വന്ന് വരുന്ന കേട്ടോ എളുപ്പം. അങ്ങനെ പിന്നെ
ഞങ്ങൾ കൊട്ടാരക്കര വന്ന് നിന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, ശനിയാഴ്ച ആയതുകൊണ്ടാണോ എന്തോ നല്ല തിരക്കുണ്ടായിരുന്നു. 3 ബസ് പോയി കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ കയറാൻ വയ്യ, ബാഗിൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, അരിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് തന്നു വിട്ടു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു 4ാമത്തെ ബസ്സിൽ വേണം കയറി എന്ന് പറയാം. കുറേ നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പം കുഞ്ഞൻ കല്ലും താഴത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അവിടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ കയറി, വണ്ടി കയറി ഇങ്ങ് വീട്ടിൽ വന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ നേരെ ചായയല്ലേ ഇന്ന് കോഫി ആട്ടെ, കോഫിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് അമ്മ കുറച്ച് പൊരിപ്പ് സാധനം മോന് വേണ്ടിയിട്ട് തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മോന് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട്. അങ്ങനെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി പബ്സ. എനിക്ക് തിരിച്ച് അമ്മ കുറച്ചെടുത്ത് 4-5 കണ്ടേ മേടിച്ചിട്ടുള്ളായിരുന്നു. അതിൽ നിന്ന് 3 ഞങ്ങൾക്ക് തന്നു വിട്ട്, നിങ്ങൾ കൊണ്ടേ കഴിക്കുകയെന്നും പറഞ്ഞ്. ശാലു അത് കഴിച്ചില്ലായിരുന്നു, അപ്പോൾ ശാലിനും കൂടെ ഉള്ളതെന്ന് പറഞ്ഞ് തന്നു വിട്ടേ കേട്ടോ. അത് കഴിഞ്ഞ് പരിപ്പുവടയും പിന്നെ എന്തായിരുന്നു തന്നത്, പിന്നെ മുട്ട ബജ്ജി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. പരിപ്പുവട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയെന്ന് പറയുകയല്ല, അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ വന്നവരെല്ലാവരും പറഞ്ഞ അടിപൊളിയാണ് എന്നിങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറയുമായിരുന്നു കേട്ടോ. കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. പിന്നെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വയറ് ഡിമ്മായിരുന്നു. അത്രയൊക്കെ കഴിച്ചപ്പം തന്നെ വയറ് ഡിമ്മായി. അപ്പം ആർക്കും ഒന്നും വേണ്ട, അതുകൊണ്ട് പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയതുമില്ല. പിന്നെ വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകി പറക്കാനൊക്കെ, അതെല്ലാം കഴുകി പറക്കി വെച്ചു. പിന്നെ നാളെ കുഞ്ഞിന് പോകേണ്ടതായതുകൊണ്ട് വെള്ളമൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് വെച്ചു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.